ശബരിമല സ്വർണ്ണ കവർച്ചയുമായി മറ്റൊരു അപ്ഡേറ്റ്സ് ഉള്ളത് ഇതിലെ ഒന്നാമത്തെ പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിയെയും അതോടൊപ്പം തന്നെ മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ മുരാരി ബാബുവിനെയും സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം ഇന്ന് കസ്റ്റഡിയിൽ വാങ്ങും. 2 ദിവസത്തേക്ക് ഇരുവരെയും കസ്റ്റഡിയിൽ വേണം എന്നാണ് കൊല്ലത്തെ കോടതിയിൽ വിജിലൻസ് കോടതിയിൽ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം ആവശ്യപ്പെട്ടത്. ഇവരെ ഇനിയും ചോദ്യം ചെയ്താൽ മാത്രമേ കൂടുതൽ ഖണ്ഡികൾ അറസ്റ്റിലാകൂ എന്ന നിലപാടാണ് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനുള്ളത്. എം മനോജ് കൊല്ലത്ത് നിന്നും ചേരുകയാണ്. മനോജ്, ഈ 2 ദിവസത്തെ കസ്റ്റഡിയിൽ വാങ്ങി വളരെ വിശദമായൊരു ചോദ്യം ചെയ്യൽ അത് തന്നെയല്ലേ SIT ഉദ്ദേശിക്കുന്നത്? തീർച്ചയായും വിശദമായ ഒരു ചോദ്യം ചെയ്യലിന് വേണ്ടിയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയെയും മുരാരി ബാബുവിനെയും കസ്റ്റഡിയിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇന്ന് വിജിലൻസ് കോടതി ഈ കസ്റ്റഡി അപേക്ഷ പരിഗണിച്ച് അന്വേഷണ സംഘത്തിന് ഇരുവരെയും വിട്ടു നൽകുമെന്നുള്ളതാണ്. എന്തായാലും വിശദമായിട്ടുള്ള ചോദ്യം ചെയ്യലിൽ ഉന്നതരുടെ പങ്ക് അടക്കം പരിശോധിക്കുമെന്നുള്ളത് തന്നെയാണ് നമുക്ക് മനസ്സിലാകുന്നത്. ഉദ്യോഗസ്ഥൻ എന്ന നിലയിൽ 2 കേസുകളിലും പ്രതിയാണ് മുരാരി ബാബു. അതോടൊപ്പം തന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റി തനിക്കൊന്നും അറിയില്ല എന്നുള്ള ഒരു നിലപാടിലായിരുന്നു ഉണ്ണികൃഷ്ണൻ പോറ്റി ആദ്യഘട്ടത്തിലൊക്കെ ഉണ്ടായിരുന്നു. അതായത് ജാമ്യ ഹർജി സമർപ്പിച്ചപ്പോൾ പോലും മറ്റുള്ളവരുടെ അനുവാദത്തോടുകൂടി മാത്രമാണ് എല്ലാം ചെയ്തിട്ടുള്ളത് എന്നുള്ള കാര്യമാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി അടക്കം സൂചിപ്പിച്ചത്. ഉണ്ണികൃഷ്ണൻ പോറ്റി നൽകിയ ജാമ്യാപേക്ഷയും മുരാരി ബാബു നൽകിയ ജാമ്യാപേക്ഷയും വിജിലൻസ് കോടതി തള്ളിയിരുന്നു. അതോടൊപ്പം തന്നെ കേസിലെ മറ്റു പ്രതികളടക്കം വിജിലൻസ് കോടതിയിൽ സമർപ്പിച്ച ജാമ്യാപേക്ഷകൾ തള്ളിയിരുന്നു. എന്തായാലും ഈ ഒരു ഘട്ടത്തിൽ ഇപ്പോൾ ഇവരെ വീണ്ടും ചോദ്യം ചെയ്യുകയാണ്. SIT സംഘം ഇന്ന് കസ്റ്റഡിയിൽ വാങ്ങുന്നതോടുകൂടി തന്നെ മറ്റുള്ളവരുടെ പേരുകൾ കൂടെ വരുമോ എന്ന് നോക്കിക്കാണേണ്ടിയിരിക്കുന്നു. എന്തായാലും 6 പ്രതികളാണ് ഈ കേസിൽ ഇതുവരെ അറസ്റ്റിലായിട്ടുള്ളത്. ശബരിമല കൊള്ള നടത്തിയതിൽ ഏറ്റവും അവസാനം അറസ്റ്റിലായത് CPM നേതാവ് കൂടിയായിട്ടുള്ള പത്മകുമാറാണ്. പത്മകുമാറിൽ നിന്നും അന്വേഷണം എങ്ങോട്ടേക്കും എത്തുന്നില്ല എന്നുള്ള ഒരു പരാതി അത് ഉയർന്നിരുന്നു. അതായത് SITയെ സംബന്ധിച്ചിടത്തോളം ED വരുന്നതുമായി ബന്ധപ്പെട്ട എതിർപ്പ് സർക്കാർ അടക്കം പ്രകടിപ്പിച്ചിരുന്നു. അത്തരമൊരു സാഹചര്യത്തിലാണ് ഇപ്പോൾ വീണ്ടും പ്രതികളെ കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യുന്നത്. എന്തായാലും നിർണായകമായിട്ടുള്ള മൊഴികളടക്കം രമേശ് ചെന്നിത്തല അടക്കം നൽകിയിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. അത്തരത്തിലുള്ള മൊഴികൾ കൂടെ പരിശോധിച്ച് ഉന്നത ബന്ധം, അതായത് ഈ സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട് മറ്റ് പലയിടങ്ങളിലും ഇവർക്ക് ബന്ധമുണ്ടായിരുന്നു എന്നുള്ളത് തന്നെയാണ് SIT വിലയിരുത്തുന്നത്. അങ്ങനെ ശബരിമലയിലെ സ്വർണം എങ്ങോട്ടേക്കാണ് കൊണ്ടുപോയത് എന്നതിനെപ്പറ്റി കൃത്യമായിട്ടുള്ള ഒരു വിവരം അത് SITക്ക് ശേഖരിക്കേണ്ടിയിരിക്കുന്നു. ആ സ്വർണം കണ്ടെത്തേണ്ടതുണ്ട്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ അറസ്റ്റുകൾ ഉണ്ടാകുമെന്നും നമുക്ക് മനസ്സിലാക്കാം. ഇതിൽ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ തെരഞ്ഞെടുപ്പ് നടന്ന സമയത്തൊക്കെ തന്നെ ഈ സ്വർണ്ണക്കവർച്ചയുമായി ബന്ധപ്പെട്ട കൂടുതൽ അറസ്റ്റുകൾ നടന്നിരുന്നില്ല എന്നുള്ളത് ശ്രദ്ധേയമാണ്. അത്തരത്തിലൊരു സമ്മർദ്ദം SITക്ക് മേലുണ്ടായിരുന്നുവെന്നതും നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു. എന്തായാലും അതിനുശേഷം ഇപ്പോൾ വീണ്ടും കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യുന്നതോടുകൂടി അന്വേഷണം എങ്ങോട്ടേക്ക് എത്തുമെന്നും നമുക്ക് നോക്കിക്കാണാം. എന്തായാലും ശബരിമലയിൽ കൊള്ള നടത്തിയത് അത് മറ്റാരുമല്ല, അതായത് ഉണ്ണികൃഷ്ണൻ പോറ്റിയിൽ തുടങ്ങി വലിയൊരു കൂട്ടായ്മ തന്നെ ഇതിന് പിന്നിൽ ഉണ്ടായിരുന്നു എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം. കാരണം രാഷ്ട്രീയ നേതൃത്വത്തിലേക്ക് അടക്കം ഈ അന്വേഷണം എത്തുകയാണ്. CPMനെ സംബന്ധിച്ചിടത്തോളം വലിയ ആശങ്കയാണ്. അതായത് പത്മകുമാറിനെ അറസ്റ്റ് ചെയ്തു. പത്മകുമാർ ജില്ലാ കമ്മിറ്റി അംഗം കൂടെയാണ്. ഇനി പത്മകുമാറിൽ നിന്നും എങ്ങോട്ടേക്കാണ് അറസ്റ്റ് എത്തുക എന്നുള്ള ഒരു ആശങ്ക CPMനെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. അതോടൊപ്പം തന്നെ മന്ത്രിമാരിലേക്ക് അടക്കം എത്തുമോ എന്നുള്ളതും, കടകംപള്ളി സുരേന്ദ്രൻ്റെ പേരടക്കം ഉയർന്നു വന്നിരുന്നു. അത്തരത്തിലുള്ള അന്വേഷണം കൂടെ നടക്കുമോ എന്നുള്ളതാണ് നമുക്ക് നോക്കിക്കാണേണ്ടത്. SITയുടെ ഭാഗത്തുനിന്നും ആ തരത്തിലേക്ക് അന്വേഷണം പോയില്ലെങ്കിൽ കൃത്യമായും ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്നു, മറ്റ് ഏജൻസികൾ വരണമെന്നുള്ളത് തന്നെയാണ് വിവിധ രാഷ്ട്രീയ കക്ഷികളടക്കം ആവശ്യപ്പെടുന്നത്. കാരണം ഈ വിവിധ ഏജൻസികളുടെ അന്വേഷണത്തിൽ മാത്രമേ ഉന്നതരിലേക്ക് അടക്കം ഈ അന്വേഷണം എത്തുകയുള്ളൂ. ED സമർപ്പിച്ചിരുന്ന അപേക്ഷയെ എതിർത്തുകൊണ്ട് സംസ്ഥാന സർക്കാർ അടക്കം എന്തായാലും മുരാരി ബാബു അതോടൊപ്പം തന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റി എന്നീ പ്രതികളെ വളരെ വിശദമായി ഒരിക്കൽ കൂടി ചോദ്യം ചെയ്യേണ്ടത് SITയെ സംബന്ധിച്ചിടത്തോളം അനിവാര്യമാണ്. കാരണം കടകംപള്ളി സുരേന്ദ്രൻ ഉൾപ്പെടെ പല പ്രധാനപ്പെട്ട ആളുകളും ഇനിയും ഒരുപക്ഷെ അറസ്റ്റിലാകേണ്ടതുണ്ടായിരുന്നു. പക്ഷേ SITയുടെ അന്വേഷണം ഇടയ്ക്ക് ഒരു ഘട്ടത്തിൽ എവിടെയോ ഒന്ന് പതുങ്ങിപ്പോയോ എന്നൊരു സംശയമുണ്ട്. അതിനാൽ വലിയ പ്രഷർ സ്വാഭാവികമായും അന്വേഷണ സംഘത്തിന് മുകളിലുണ്ടായേക്കാം. കേരളം ഭരിക്കുന്നത് CPMഉം ഇടതുപക്ഷവും ഒക്കെയാണ്. എന്തായാലും ഇന്നിപ്പോൾ ഈ 2 പ്രതികളെയും കസ്റ്റഡിയിൽ വാങ്ങി വളരെ വിശദമായുള്ള ചോദ്യം ചെയ്യലിന് SIT ഒരിക്കൽ കൂടി ശ്രമിക്കുകയാണ്. എം മനോജാണ് വിശദാംശങ്ങളുമായി കൊല്ലത്ത് നിന്ന് ചേർന്ന് ഒരു